Hello, welcome back to homegrown recipes. ഇന്നത്തെ വീഡിയോ റെസിപ്പി ആവി ചിക്കനാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒന്നും ഇല്ലാണ്ട് തന്നെ ആവിയിൽ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കനാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആവി ചിക്കനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടത് നാരങ്ങ വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുംജീരകം, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ട, കുറച്ച് തൈര്. ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം. അപ്പോൾ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പെരുംജീരകം തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ ഒരു മുട്ട. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നാരങ്ങ വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 നാരങ്ങയാണ് ഉപയോഗിച്ചത്. അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞ് വേണം അത് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഈ മസാല ഒന്ന് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിക്കനെ കട്ട് ഉണ്ടാക്കുക. കാരണം മസാല നല്ലപോലെ ഒന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട്സ് ഉണ്ടാക്കാം. കട്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ മസാല ഒക്കെ നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം മസാല കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ടെടുക്കാം. എന്നിട്ട് ചിക്കൻ്റെ അടിഭാഗവും മേൽഭാഗവും എല്ലാം ആയിട്ടൊന്ന് മസാല പുരട്ടാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തായി മസാല എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് മാരിനേഷനായി ഒരു 5 മണിക്കൂറെങ്കിലും മാരിനേഷന് വെക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് അത് മസാല പിടിച്ച് കിട്ടിയില്ല. എന്നിട്ട് നമ്മൾ ബനാന ലീഫ് എടുത്ത് അതിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷം അതിനെ നമ്മൾ ഫ്ലെയിമിലേക്കൊന്ന് കാണിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കനെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബനാന ലീഫ്. അപ്പോൾ ഇങ്ങനെ ഫ്ലെയിമിലേക്ക് കാണിക്കുന്നത് കൊണ്ട് നമ്മൾക്കിതിനെ നേരെ റാപ്പ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ അതിലേക്ക് വെച്ച് ഇതിൻ്റെ കാലൊന്ന് ടൈ ചെയ്യാം. അപ്പോൾ അത് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു നൂല് കൊണ്ട് നമ്മൾ ഇതിനൊന്ന് ടൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കാലൊന്ന് ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബനാന ലീഫ് കൊണ്ട് ചിക്കനൊന്ന് പൊതിയാം. കുറച്ച് വലിയ ബനാന ലീഫ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ചിക്കൻ്റെ എല്ലാ സ്ഥലവും ഉൾപ്പെടുന്ന പോലെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നൂല് കൊണ്ട് ഇതിനെ ഒന്നിങ്ങനെ കെട്ടിയെടുക്കാം. അപ്പോൾ ബനാന ലീഫൊന്നും റിമൂവ് ആവാത്ത രീതിയിൽ വേണം ഇത് ഒന്ന് കെട്ടിയെടുക്കാൻ. ഇനി നമ്മൾ ചിക്കനെ ആവിയിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലൊരു അപ്പച്ചട്ടി വെച്ചിട്ടാണ് നമ്മൾ ആവിയിൽ ഇടുന്നത്. ഇതിലേക്ക് ഒരു ആ ലൈന് കാണുന്നത് വരെ നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ച ചിക്കന് ഇതിലേക്കൊന്ന് വെക്കാം.
എന്നിട്ട് നമ്മൾ ഇതിനെ ഏകദേശം 1 മണിക്കൂറോളം ആവിയിൽ വെക്കാം. ഇപ്പോൾ ഏകദേശം 1 ഹവർ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനെ ഇതിൽ നിന്നൊന്ന് എടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ ചിക്കൻ നന്നായി ബോയിൽ ചെയ്ത പോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലീഫിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ കുറച്ച് അടുപ്പിലത്തെ നെരുപ്പ് കൊണ്ട് നമ്മൾ ഇതിനെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ആ നെരുപ്പിൽ കുറച്ച് നേരം വെച്ചു. ഏകദേശം ഒരു 10 മിനിറ്റിലേക്ക് നമ്മളിതിനെ ഒന്ന് മറിച്ചും തിരിച്ചും വെച്ചു. എന്നിട്ട് ചിക്കനെ മറിച്ചിട്ടും നമ്മൾ ഒരു 10 മിനിറ്റ്സോ ഇല്ലെങ്കിൽ അതിന് കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടി നേരം തീയിൽ വെച്ചാൽ ഇതിൻ്റെ ബനാന ലീഫൊക്കെ ഒന്ന് കത്തിപ്പോവും. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ ഇതിനൊന്ന് നമ്മൾ റിമൂവ് ചെയ്യാം. വേറൊരു ചട്ടിയിലേക്ക് മാറ്റി ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ചൂടായതുകൊണ്ട് ഞാനിതിനെ ഒരു ഫോർക്കിലാണ് ടേസ്റ്റ് ചെയ്തത്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇതിനൊന്ന് നമ്മൾ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാലിലേക്ക് കെട്ടിയ ആ നൂലൊക്കെ ഒന്ന് കളയാം. എന്നിട്ട് ഇതിനൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചേരുവകൾ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുമല്ലാണ്ട് ഇത് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ആർക്കും തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. താങ്ക് യു.